സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുഞ്ഞു ഓർഗനൈസറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡ് പേപ്പറാണ്. ആ കാർഡ്ബോർഡ് പേപ്പറിന് നമ്മൾ 10 സെൻറ്റിമീറ്റർ വീതിയും 40 സെൻറ്റിമീറ്റർ നീളം വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനത്തെ 3 പീസ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നീളത്തിൽ 40 സെൻറ്റിമീറ്റർ എടുത്തിരിക്കുന്നതിന് 10 സെൻറ്റിമീറ്റർ ആക്കുന്ന രീതിയിൽ പോയിൻ്റ് ചെയ്ത് 4 പാർട്ടാക്കാം. ആ 4 പാർട്ടിലും നമ്മൾ 10 സെൻറ്റിമീറ്റർ വീതം വരുന്ന ഭാഗങ്ങൾ വരഞ്ഞ് താഴേക്ക് വരഞ്ഞ് വീതി ഭാഗത്തേക്ക് വരഞ്ഞ് കൊടുത്തിട്ട് ആ വരഞ്ഞ ഭാഗം മടക്കി കൊടുക്കുക. അപ്പോൾ വരഞ്ഞിട്ട് മടക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മടങ്ങി കിട്ടും. അല്ലാതെ മടക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മടക്കുന്നത് വേറെ ആയിരിക്കും, വരുന്നത് വേറെ ഭാഗമാകും. അതുകൊണ്ടാണ് കേട്ടോ വരഞ്ഞ് കൊടുക്കുന്നത് പ്രത്യേകം പറഞ്ഞത്. അങ്ങനെ വരഞ്ഞെടുത്ത് മടക്കിയ ശേഷം നമ്മൾ ആ മടക്കൊക്കെ സെറ്റാക്കിയ ശേഷം ഇനി നമ്മൾ 2 അറ്റങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 അറ്റവും കൂട്ടിച്ചേർത്ത് മാസ്കിംഗ് ടേപ്പാണ് ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒട്ടിയിരിക്കാൻ പറ്റിയ പശകൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ അടിവശമാണ് വേണ്ടത്. അപ്പോൾ അടിവശത്തിന് വേണ്ടിയിട്ട് ഞാൻ 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതവും വരുന്ന സമചതുരത്തിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനി നമ്മൾ ചുവട്ടിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കൊരു കുട്ടി ബോക്സ് കിട്ടും. അങ്ങനെ 3 പീസും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ന്യൂസ് പേപ്പർ വേണം. ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഷീറ്റ് നമ്മൾ മുറിച്ചെടുത്തിട്ട് അത് ചുരുട്ടിയെടുക്കുക. അത് ചുരുട്ടി ഒരു പൈപ്പ് പോലെ ആക്കിയ ശേഷം ആ പൈപ്പ് വെച്ചിട്ട് വേണം ഇനി അടുത്ത റോള് ചുരുട്ടിയെടുക്കാനായിട്ട്. അപ്പം നമുക്ക് അടിയിലത്തെ പൈപ്പ് ഊരിയെടുക്കാവുന്ന രീതിയിൽ തന്നെ വേണം കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട്. അതായത് അടിയിലത്തെ ന്യൂസ് പേപ്പർ റോള് വെച്ചതിൻ്റെ മുകളിൽ കൂടെ ഇച്ചിരി ലൂസായിട്ട് വേണം മുകളിലത്തെ ന്യൂസ് പേപ്പർ റോളാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അടിയിലത്തെ ഊരിയെടുത്ത് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്കത് ലൂസായി തന്നെ മുകളിലത്തേത് കിട്ടണം. അങ്ങനെ റോളാക്കി എടുത്ത ശേഷം നമ്മൾ രണ്ടാമത് റോൾ ചെയ്തെടുത്ത പേപ്പറിനെ, അതായത് നമ്മൾ 10 സെൻറ്റിമീറ്റർ വീതിയിലാണ് ബോക്സ് എടുത്തത്. അപ്പോൾ ആ 10 സെൻറ്റിമീറ്റർ വീതിയും അടിയിൽ നമ്മൾ അടുപ്പ് വെച്ച് കൊടുത്തതിൻ്റെ ആ ഒരു നീളവും കൂടെ കണക്കാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാനൊരു 10.5-ൽ താഴെ വരുന്ന രീതിയിൽ, ഒരു 10.15-നൊക്കെ ഇടയ്ക്ക് വരുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ഇത് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾ അളന്ന് നോക്കിയിട്ട് വേണം പ്രത്യേകം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ 3 പീസാക്കി ആദ്യത്തെ റോള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഉണ്ടാക്കി വെച്ച ബോക്സ് എടുക്കുക. ബോക്സിൻ്റെ കോൺ വശത്ത് പശ തേച്ചിട്ട് ഓരോ റോളും എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഓരോ ബോക്സിനും ഓരോ റോള് വീതം ഒട്ടിച്ചു കൊടുക്കുക, ഓരോ കോണിലായിട്ട്. അങ്ങനെ നമ്മൾ 3 ബോക്സിൻ്റെ കോണിലേക്ക് 3 പൈപ്പും കൂടെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിനെല്ലാം അടപ്പ് വേണം. അടപ്പ് ഞാൻ ഇച്ചിരി വലിപ്പം കൂട്ടിയെടുക്കുന്ന 10 സെൻറ്റിമീറ്ററുള്ള ബോക്സിന് 12 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലുള്ള അടപ്പാണ് നമ്മൾ എടുക്കുന്നത്. അതിന് പുറത്തേക്ക് നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഫിനിഷിങ് വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 4 സൈഡ് ഒട്ടിച്ച ശേഷം ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മാറ്റി വെച്ച അല്ലെങ്കിൽ ആദ്യം ചുരുട്ടിയെടുത്ത പൈപ്പ് ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ പൈപ്പ്, അത് നമുക്കൊരു കട്ടി ഏകദേശം തോന്നുന്ന ഭാഗം, എന്നാൽ ഇച്ചിരി നീളമുള്ള ഭാഗം നോക്കി കട്ട് ചെയ്യണം. കാരണം നമുക്ക് അതിന് നീളം ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു കട്ടിയൊക്കെ ആയി വരുന്ന, വലിയ കുഴപ്പമില്ല, മടങ്ങി പോവില്ല എന്നൊക്കെ തോന്നുന്ന ഭാഗം നോക്കി കട്ട് ചെയ്തെടുക്കണം. ആ കാരണം കുറഞ്ഞ ഭാഗം നമുക്കിനി വേണ്ട. അപ്പോൾ ആ കട്ടിയുള്ള ഭാഗം അടിവശം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അതായത് നമ്മൾ അടപ്പായിട്ട് എടുത്തതിൻ്റെ അകം വശത്തേക്ക് ഒരു കോണിലേക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ ഒട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടാക്കി വെച്ച 3 ബോക്സും കൂടെ അടിക്ക് മുകളിലേക്ക് 3 കൂടെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു നീളം വരുന്നതിനേക്കാൾ ഒരു തുള്ളിയും കൂടെ കുറച്ച് ഒരു ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ ബാക്കി പൈപ്പ് ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ ന്യൂസ് പേപ്പർ ലൂസാക്കി രണ്ടാമത്തെ റോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോ ബോക്സിൻ്റെ ആ റോൾ വശം നോക്കി അകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ അടപ്പും വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കുട്ടി ബോക്സ് കിട്ടും, ഒരു ഓർഗനൈസർ കിട്ടും. അപ്പോൾ അതിനി സെറ്റാക്കി ഇനി നമുക്ക് ഒട്ടിച്ചൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എല്ലാം എടുത്ത് പെയിൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് നോക്കി പെയിൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് ഡിസൈനൊക്കെ ചെയ്യണം. നിങ്ങളുടേതായ പെയിൻറ്റിങ് കൊടുത്ത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുകയോ ക്യൂട്ട് ഐറ്റംസൊക്കെ ആക്കി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതൊക്കെ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ ലുക്കായിരിക്കും. അപ്പം നമ്മളത് വേണ്ട രീതിയിലൊക്കെ എടുത്ത് കളറൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് വീണ്ടും പഴയ പോലെ ഇത് ഉള്ളിലേക്കൊക്കെ കൂട്ടി കൊടുത്ത് സെറ്റാക്കുക. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഏറ്റവും അടിയിലത്തെ ബോക്സ് ഉണ്ടല്ലോ, ഏറ്റവും അടിയിലത്തെ ബോക്സിൻ്റെ റോളിലേക്ക് ഒരു കുഞ്ഞി കാർഡ്ബോർഡ് പീസ് റൗണ്ട് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇതായിട്ട് തോന്നുന്ന രീതിയിൽ അടിയിലത്തെ റോളിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുക. അകത്തെ റോളിൽ ഒട്ടിക്കരുത്. അതിൻ്റെ അടിയിലേക്കൊരു കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക.
അപ്പം നമുക്ക് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇത് ഊരിപ്പോകുന്നില്ല, നമുക്ക് ഊരിയെടുക്കുക അല്ലാതെ ഊരിപ്പോവോ അല്ലെങ്കിൽ മറിഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല. അപ്പം നമുക്കൊരു കുട്ടി ഓർഗനൈസറായി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.